ഹലോ ഹായ്. രാജസ്ഥാന്റെ രാജകീയ ചരിത്രവും പ്രകൃതിയുടെ മനോഹാരിതയും ഒരുമിച്ചു കാണാൻ കഴിയുന്ന മറ്റൊരു അത്ഭുത കാഴ്ചയിലേക്ക് ഞാനിപ്പോൾ നിങ്ങളെ കൂട്ടി പ്രവേശിക്കുകയാണ്. ഉദയ്പൂരിന്റെ ഉയരങ്ങളിൽ തലയുയർത്തി നിൽക്കുന്ന മൺസൂൺ പാലസ്. രാജാക്കന്മാരുടെ സ്വപ്നങ്ങളും ആരവല്ലി മരനിലകളുടെ സൗന്ദര്യവും ചേർന്ന ഈ ചരിത്ര സ്മാരകം നമ്മെ കാത്തിരിക്കുന്നു. വരൂ, മൺസൂൺ പാലസിന്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. രാജസ്ഥാന്റെ ചരിത്രവും പ്രകൃതി ഭംഗിയും ഒരുമിക്കുന്ന മൺസൂൺ പാലസിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ആദ്യം പാലസിന്റെ പ്രധാന കവാടത്തിലേക്ക്, അതായത് ഈ കവാടത്തിലേക്ക് എത്തുമ്പോൾ പഴമയുടെ ഗാംഭീര്യവും വിളിച്ചോതുന്ന ആ പ്രവേശന കവാടം നമ്മെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവമാണ് നൽകുന്നത്. സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം ടിക്കറ്റ് കൗണ്ടറിലെത്തി പ്രവേശന ടിക്കറ്റ് എടുത്ത് യാത്ര തുടരാം. ടിക്കറ്റ് കൗണ്ടർ പിന്നിട്ടതോടെ ആരംഭിക്കുന്നത് ആരവല്ലി മലനിരകളുടെ വളഞ്ഞതും പുളഞ്ഞതും പോകുന്ന മനോഹരമായിട്ടുള്ള ഒരു റോഡാണ്. ഒരു വശത്ത് പച്ചയാർന്ന മലകൾ, മറുവശത്ത് ആഴമുള്ള താഴ്വരകൾ, ഇടയ്ക്കിടെ വീശിയെത്തുന്ന തണുത്ത കാറ്റ് ഓരോ നിമിഷവും യാത്രയെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു. മുകളിലേക്ക് കയറും തോറും ഉദയ്പൂർ നഗരത്തിന്റെ വിശാലമായ കാഴ്ചകൾ ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് കണ്ണിന് മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയും ചെയ്യും. പ്രകൃതിയും ചരിത്രവും കൈകോർക്കുന്ന ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ വളവും പുതിയൊരു കാഴ്ചയായി നമുക്ക് മുന്നിൽ തെളിയും. ഒടുവിൽ മൺസൂൺ പാലസിന്റെ പാർക്കിംഗ് ഏരിയയിലെത്തുമ്പോൾ മലമുകളിൽ ഉയർന്നു നിൽക്കുന്ന ആ രാജകീയ സൗന്ദര്യം നേരിൽ കാണാനുള്ള ആഗ്രഹം നമുക്ക് ഇരട്ടിയാവുന്നു. ഈ മനോഹര സൗധം ആസ്വദിക്കാൻ എത്തുന്നവരിൽ ഭൂരിഭാഗവും വൈകുന്നേര സമയത്താണ് എത്തുന്നത്. അതിന് പ്രധാന കാരണം ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ച തന്നെയാണ്. ജയ്പൂരിന്റെ മറ്റേതൊരു ഭാഗത്തു നിന്നും കാണാൻ കഴിയാത്തത്ര വിധം മനോഹരമായ സൺസെറ്റ് കാഴ്ചയാണ് മൺസൂൺ പാലസ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത്. സന്ദർശകരുടെ തിരക്ക് കണക്കിലെടുത്ത് 2-3 ലെയറുകളിലാണ് പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് സൗകര്യപ്രദമായ ഏത് ലെയറിലും വാഹനം പാർക്ക് ചെയ്യാം. എന്നാൽ അവിടെ നിന്ന് പാലസിലേക്ക് എത്താൻ നടക്കുക മാത്രമേ വഴിയുള്ളൂ. നമ്മൾ പറയാറില്ലേ, ഏറ്റവും ഉയരങ്ങളിൽ ചെന്നാലാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുക എന്ന്. അതിന് അത്യുത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ജയ്പൂരിൽ തലയുയർത്തി നിൽക്കുന്ന ഈ മൺസൂൺ പാലസ്. അങ്ങനെ പാർക്കിങ്ങിൽ വാഹനം നിർത്തി അല്പം ഉയരത്തിലേക്ക് നടന്നു കയറിയാൽ മൺസൂൺ പാലസിന്റെ പ്രധാന കവാടത്തിലെത്താം. കവാടം കടന്നു കയറുന്ന നിമിഷം തന്നെ രാജസ്ഥാനി നാടൻ സംഗീതത്തിന്റെ മധുരസ്വരങ്ങൾ കാതുകളിൽ നിറയാൻ തുടങ്ങും. ആ സംഗീതം പാലസിന്റെ രാജകീയ അന്തരീക്ഷത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലസിലേക്കുള്ള ഓരോ ചുവടും വ്യത്യസ്തമായ അനുഭവമാണ് സമ്മാനിക്കുന്നത്. നടന്നു പോകുന്ന വഴിയുടെ ഇടതുവശത്തായി ആരവല്ലി മലനിരകളുടെ മനോഹര ദൃശ്യങ്ങളും താഴെയായി പരന്നു കിടക്കുന്ന ജയ്പൂർ നഗരത്തിന്റെ വിസ്മയ കാഴ്ചകളും കാണാം. ഉയരത്തിന്റെ ഭംഗിയും പ്രകൃതിയുടെ സൗന്ദര്യവും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന അപൂർവ നിമിഷമാണ്. 1884 മേവാർ രാജവംശത്തിലെ രാജാവായ സഞ്ജൻ സിംഗ് ആണ് ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ 1000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലസ് വർഷകാലത്ത് ആരവല്ലി മലനിരകൾ മുകളിലൂടെ ഒഴുകിയെത്തുന്ന മഴമേഘങ്ങളെ നിരീക്ഷിക്കുന്നതിനും തൻ്റെ പൂർവീകരുടെ നാടായ ചിത്തോർഗഡ് ഫോർട്ട് ദൂരെ നിന്ന് കാണുന്നതിനും വേണ്ടിയാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. ആദ്യകാലത്ത് ഇതൊരു ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമായി ഉപയോഗിക്കാനായിരുന്നു പദ്ധതി. പിന്നീട് രാജകുടുംബത്തിന്റെ വേനൽക്കാല വസതിയായും വേട്ടയാടൽ കേന്ദ്രമായും. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. കൊട്ടാരത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ മഹാരാജ സഞ്ജൻ സിംഗ് അന്തരിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഫത്തേഹ് സിംഗ് ആണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. ഇന്ന് സഞ്ജൻഗഡ് പാലസിന്റെ ഓരോ ചുമരുകളും ഒരു രാജവംശത്തിന്റെ സ്വപ്നവും ചരിത്രവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മലമുകളിലെ ഈ രാജകീയ സൗധത്തിൽ നിന്ന് സൂര്യാസ്തമയം നോക്കി നിൽക്കുമ്പോൾ പ്രകൃതിയും ചരിത്രവും എത്ര മനോഹരമായി ഒന്നിച്ചു ചേരുന്നുവെന്ന് നമ്മൾക്ക് നേരിട്ട്. പ്രധാന ഹാളിൽ രാജകീയ പ്രൗഢി നിറഞ്ഞ മറ്റൊരു ലോകമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. മനോഹരമായ മാർബിളിൽ അലങ്കരിച്ച മുറികളും പഴയ രാജകീയ ജീവിതത്തെ ശൈലിയെ ഓർമ്മിപ്പിക്കുന്ന നിർമ്മാണ ശൈലികളും ഇവിടെ കാണാം. കൊട്ടാരത്തിനുള്ളിൽ രാജവംശത്തിന്റെ വേട്ടയാടൽ സംസ്കാരത്തെ അനുസ്മരിപ്പിക്കുന്ന നിരവധി പ്രദർശനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വേട്ടയാടൽ രംഗങ്ങൾ, വിവിധ വന്യമൃഗങ്ങളുടെയും
പക്ഷികളുടെയും രൂപങ്ങൾ, ശില്പങ്ങൾ, സ്റ്റാച്യുകൾ എന്നിവയിലൂടെ അന്നത്തെ രാജകീയ ജീവിതത്തെ ചില ഏടുകൾ സന്ദർശകർക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നു. ഇനിയാണ് ഈ ചരിത്ര കാഴ്ചകൾ ആസ്വദിച്ച് മുമ്പോട്ട് നീങ്ങിയാൽ ഒടുവിൽ മൺസൂൺ പാലസിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങളിലൊന്നായ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആരവല്ലി മലനിരകളുടെ അനന്തമായ പച്ചപ്പും താഴെ വിരിഞ്ഞു കിടക്കുന്ന ഉദയപൂർ നഗരവും ദൂരെയായി തിളങ്ങി തടാകങ്ങളും ഒരൊറ്റ ഫ്രെയിമിൽ നമുക്ക് കാണാൻ സാധിക്കും. മനോഹരം എന്ന വാക്ക് ചിലപ്പോൾ കുറഞ്ഞു പോകും. അതിമനോഹരം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ച് സായാഹ്ന സമയത്ത് സൂര്യൻ പതുക്കെ അസ്തമിക്കുമ്പോൾ ലഭിക്കുന്ന ഈ കാഴ്ച ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ അനുഭവമായി നമ്മുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലെങ്കിലും ജീവിതത്തിൽ രാജസ്ഥാൻ സന്ദർശിക്കാൻ ഇടം ലഭിച്ചാൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഇടമുണ്ടെങ്കിൽ അത് മൺസൂൺ പാലസ് തന്നെയാണ്. മലമുകളിലെ ഈ രാജകീയ സൗധത്തിൻ്റെ വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോൾ മുഖത്തേക്ക് അടിച്ചു വീശുന്ന തണുത്ത കാറ്റ് മനസ്സിലെ എല്ലാ ഭാരങ്ങളും പറത്തിക്കളയും എന്നുള്ളത് തീർച്ചയാണ്. ദൂരത്തായി ആരവല്ലി മലനിരകളുടെ താഴെ സ്വപ്നം പോലെ വിരിഞ്ഞു കിടക്കുന്ന ഉദയപൂർ നഗരവും തടാകങ്ങളുടെ നീലിമയും ഒരേ ഫ്രെയിമിൽ ഒതുങ്ങുന്ന കാഴ്ച കണ്ണുകളെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് ഒരു മൂലയിൽ ചൂട് ചായ നുകർന്ന് കാഴ്ചകൾ ആസ്വദിക്കുന്ന കപ്പിളുകൾ, മറ്റൊരിടത്ത് കുടുംബത്തോടൊപ്പം ഓർമ്മകൾ ക്യാമറയിൽ പകർത്തുന്ന സന്ദർശകർ, സുഹൃത്തുക്കളോടൊപ്പം ചിരിയും സന്തോഷവും പങ്കിടുന്ന യാത്രികർ, എല്ലാവരുടെയും മുഖത്ത് ഒരേ വികാരമാണ്: അത്ഭുതം. സൂര്യൻ പതിയെ മലനിരകൾക്കപ്പുറം മറയുമ്പോൾ ആകാശം സ്വർണ്ണ നിറത്തിലും ഓറഞ്ച് നിറത്തിലും ചായം പൂശപ്പെടുന്നു. ആ നിമിഷം സമയം പോലും നിശ്ചലമായി പോയതുപോലെ നമുക്ക് തോന്നും. ഇവിടെ എത്തുന്നത് ഒരു കൊട്ടാരം കാണാൻ മാത്രമല്ല, പ്രകൃതിയെയും ചരിത്രത്തെയും ജീവിതത്തിലെ മനോഹര നിമിഷങ്ങളെയും ഒരുമിച്ച് അനുഭവിപ്പിക്കാനാണ്. മൺസൂൺ പാലസിൽ നിന്ന് മടങ്ങുമ്പോൾ കയ്യിൽ കുറച്ച് ചിത്രങ്ങളും മനസ്സിൽ 1000 ഓർമ്മകളും ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. ഒരു സോളോ യാത്രികൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി സമയം തന്നെയായിരുന്നു. സത്യത്തിൽ ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ മനസ്സനുവദിക്കുന്നില്ല. മുഖത്തേക്ക് തഴുകിയെത്തുന്ന തണുത്ത കാറ്റും കണ്ണുകൾക്ക് മുന്നിൽ വിരിഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചകളും എന്നെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. സമയം മറന്ന്, ലോകം മറന്ന് ഇങ്ങനെ തന്നെ നിന്നു പോകണമെന്ന് തോന്നുന്ന നിമിഷങ്ങൾ. പക്ഷേ യാത്രകൾക്ക് എന്നും ഒരു വിടപറച്ചിൽ ഉണ്ടല്ലോ. എന്നിരുന്നാലും മടങ്ങുന്നതിന് മുമ്പ് ഒരു ആഗ്രഹം കൂടെ ബാക്കിയുണ്ടായിരുന്നു. മൺസൂൺ പാലസിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തേക്ക് കയറണം. അവിടെ എന്താണ് ഉള്ളതെന്ന് അറിയണം. ആ ഉയരങ്ങളിൽ നിന്ന് ലോകത്തെ ഒന്നുകൂടി കാണണം. ആ കൗതുകം എന്നെ വീണ്ടും പടികൾ കയറ്റി മുകളിലേക്ക് എത്തിച്ചു. അവിടെയും രാജകീയ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ, വേട്ടയാടൽ സംസ്കാരത്തിൻ്റെ അടയാളങ്ങൾ, കാലത്തിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശില്പങ്ങളും കാഴ്ചകളും എന്നെ കാത്തിരുന്നു. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഏറ്റവും മനോഹരമായത് ആ ഉയരങ്ങളിൽ നിന്ന് കാണുന്ന ലോകമായിരുന്നു. കാറ്റിന് കൂടുതൽ ശക്തിയുണ്ടായിരുന്നു, കാഴ്ചകൾ കൂടുതൽ ആഴമുണ്ടായിരുന്നു, നിശബ്ദതയ്ക്ക് കൂടുതൽ അർത്ഥമുണ്ടായിരുന്നു. കുറച്ചു നേരം അവിടെ നിന്നു ആ നിമിഷങ്ങളെ മനസ്സിലേക്ക് ആവാഹിച്ചു. പിന്നെ മനസ്സില്ലാ മനസ്സോടെ തിരികെ ഇറങ്ങാൻ തുടങ്ങി. ചില സമയങ്ങൾ, ചില സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കുന്നതല്ല, അവ നമ്മളിൽ ഒരു ഭാഗമാകുന്നതാണ്. മൺസൂൺ പാലസ് എനിക്ക് അങ്ങനെയൊരു അനുഭവമായി കഴിഞ്ഞിരുന്നു. ഒന്നോർത്തു നോക്കൂ, ഒരു രാജാവിൻ്റെ സ്വപ്നമായി ആരംഭിച്ച ഈ നിർമ്മിതി ഇന്ന് ലക്ഷക്കണക്കിന് യാത്രികരുടെ ഓർമ്മകളുടെ ഭാഗമാണ്, അല്ലേ? മഴമേഘങ്ങളെ അടുത്തറിയാനുള്ള ആഗ്രഹത്തിൽ പിറന്ന ഈ കൊട്ടാരം കാലത്തിൻ്റെ പരീക്ഷണങ്ങൾ അതിജീവിച്ച് ഇന്നും അതേ പ്രൗഢിയോടുകൂടി നിലനിൽക്കുന്നു. എത്ര മനോഹരം അല്ലേ? അല്ലെങ്കിൽ എത്ര അത്ഭുതം! ഓരോ കല്ലിലും ഒരു കഥയും ഓരോ ചുവരിലും ഒരു കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളും ഇവിടെ ഒളിഞ്ഞിരിക്കുന്നു. ഒരു സോളോ യാത്രികൻ എന്ന നിലയിൽ ഒരു യാത്ര എനിക്കൊരു സ്ഥല സന്ദർശനം മാത്രമായിരുന്നില്ല. തിരക്കുകളിൽ നിന്ന് മാറി സ്വന്തം ചിന്തകളോട് സംസാരിക്കാൻ ലഭിച്ച അപൂർവ നിമിഷങ്ങളായിരുന്നു ഇത്. ആളുകൾ വന്നു പോകുന്നു, ചിത്രങ്ങൾ പകർത്തുന്നു, ഓർമ്മകൾ ശേഖരിക്കുന്നു. പക്ഷേ ചില നിമിഷങ്ങൾ ക്യാമറയിൽ പതിയില്ല. അവ മനസ്സിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.